ഹായ് വെൽക്കം ബാക്ക് ടു അഭിസുഷൻ. ചില സെറ്റിങ്സുകൾ, അതായത് വാട്സപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഏതിലാണെങ്കിലും ഏത് ആപ്ലിക്കേഷനിലാണെങ്കിലും ചില സെറ്റിങ്സുകൾ നമ്മൾ അറിയാതെ മിസ്സായി പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെറ്റിങ്സുകളും ചെയ്ത് ഒരു സെറ്റിങ്സ് മാത്രം വിട്ടുപോയാൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരും. എന്താണ് ഞാൻ പറഞ്ഞു തരുന്നത്, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്സപ്പിൽ നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. 90% അല്ലെങ്കിൽ 99% ആളുകൾക്കും ഈ ഒരു മിസ്റ്റേക്ക് വരാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ വാട്സപ്പിൽ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കാം. വാട്സപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പല ഫ്രണ്ട്സുമായിട്ട് നമുക്കിവിടെ ചാറ്റ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ ഈ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബാക്കപ്പ് ചെയ്താൽ മാത്രമേ അത് തിരിച്ചു കിട്ടുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ചാറ്റുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി എങ്കിൽ നമുക്കത് തിരിച്ചു കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു ഫോൺ നമ്മൾ മാറ്റുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ സെറ്റിങ്സിലൊന്ന് കയറുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ചാറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്, ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ചാറ്റ് ബാക്കപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും ബാക്കപ്പിന്റെ സെറ്റിങ്സുകളൊക്കെ കാണാൻ പറ്റും. എന്നാണ് ലാസ്റ്റ് ബാക്കപ്പ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൽ എല്ലാവരും ചെയ്തു വെക്കുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, 99% ആളുകൾ ചെയ്തു വെക്കുന്ന മിസ്റ്റേക്ക്, ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവിടെ നെവറിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ചാറ്റ് ബാക്കപ്പ് എടുത്തിട്ടും കാര്യമില്ല, ഇവിടെ നെവറിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോൺ അഥവാ മിസ്സായി പോവുകയാണ്, അല്ലെങ്കിൽ വാട്സപ്പ് ഡിലീറ്റ് ആയി പോവുക, അല്ലെങ്കിൽ മറ്റൊരു ഫോണിലേക്ക് നിങ്ങൾ ബാക്കപ്പ് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും അത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ നെവർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും കൊടുക്കരുത്. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഓൺലി വെൻ ഐ ടാപ്പ് ബാക്കപ്പ് പറയുന്നുണ്ട്, ഡെയിലി കാണിക്കുന്നുണ്ട്, വീക്ക്ലി ആൻഡ് മന്ത്ലി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ നോക്കുക. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ ഫ്രീക്വൻസിയിൽ എടുത്തു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ ബാക്കപ്പുകളും ഒരാൾ പോലും അയച്ചത് മിസ്സാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ ഡെയിലി കൊടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, ഡെയിലി കൊടുക്കാം, വീക്ക്ലി ഒക്കെ കൊടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഡെയിലി കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണെങ്കിൽ എല്ലാ ദിവസമുള്ള ബാക്കപ്പുകൾ നമുക്ക് നമ്മുടെ ഫോണിൽ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. ഒരു മെസ്സേജ് പോലും നമുക്ക് ഡിലീറ്റ് ആയി പോകും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയില്ല എന്നർത്ഥം. ഇവിടെ വേണമെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടി കാണിക്കുന്നുണ്ട്, ഓൺലി വെൻ ഐ ടാപ്പ് ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ബാക്കപ്പ് ആവുള്ളൂ. ഇവിടെ ഒരു കാരണവശാലും നിങ്ങൾ ഏറ്റവും ടോപ്പിലുള്ള ഈ നെവർ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം കൊടുക്കരുത്. അപ്പോൾ നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഫുള്ളാവില്ലേ എന്നുള്ള ചോദിക്കുന്നുണ്ട്. അതൊരു ശരി തന്നെയാണ്. നമ്മുടെ ഗൂഗിളിൻ്റെ സ്റ്റോറേജ് ഒക്കെ ചിലപ്പോൾ ഫുള്ളാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ബാക്കപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ തന്നെ ചെയ്തു വെക്കുന്നതാണ് നല്ലത്. അല്ലാത്ത വശം നമ്മൾ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലാണ് നമ്മളിത് ഡിലീറ്റ് ആയി പോകുന്നത്, അല്ലെങ്കിൽ വാട്സപ്പ് ഡിലീറ്റ് ആയി പോകുന്നത്, അല്ലെങ്കിൽ വേറൊരു മൊബൈൽ വാങ്ങി നമ്മൾ അതിലേക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത്രയും ദിവസമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ബാക്കപ്പിലേക്ക് കിട്ടില്ല. അപ്പോൾ പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ബാക്കപ്പ് ചെയ്ത സമയത്ത് എനിക്ക് മുഴുവനായിട്ട് ബാക്കപ്പ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. അതായത് നിങ്ങൾ ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യും. ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ട്, കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ബാക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ബാക്കപ്പ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്താൽ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതോടുകൂടി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്രീക്വൻസി കൂടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫ്രീക്വൻസി കഴിയുന്നത് ഡെയിലി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. എനിക്ക് വരുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ പല കമൻസിലും ഈ ഒരു കാര്യം ചോദിക്കാറുണ്ട്. അതായത് ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് പണ്ടുള്ള മെസ്സേജുകളോ ഒന്നും ചാറ്റ്സുകളോ ഒന്നും തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അഥവാ വാട്സപ്പ് ഡിലീറ്റ് ആയി പോകുക, അല്ലെങ്കിൽ വേറൊരു ഫോണിലേക്ക് നിങ്ങൾ മാറുന്ന സമയത്ത് കറക്റ്റ് ബാക്കപ്പ് ചെയ്യുന്ന സമയത്ത് എല്ലാ ചാറ്റ്സുകളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫർമേഷൻസ് ആണ് എല്ലാ ദിവസവും ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.